ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പിടിയിലായ എൻ വാസുവിന്റെയും കെ എസ് ബൈജുവിന്റെയും ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഡിസംബർ 3 വിധി പറയും. കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പറയുക. ലിജോയുണ്ട് വിവരങ്ങൾ നൽകാനായി. ലിജോ, കോടതിയിൽ എങ്ങനെയായിരുന്നു വാദമുഖങ്ങൾ, മറ്റു വിശദാംശങ്ങൾ? വിജിലൻസ് കോടതിയിൽ അടച്ചിട്ട മുറിക്കുള്ളിലായിരുന്നു ഈ ജാമ്യ ഹർജിയിലെ വാദങ്ങൾ, രണ്ടുപേരുടെ ജാമ്യ ഹർജിയിലെ വാദങ്ങൾ പൂർത്തിയായത്. എൻ വാസുവിന്റെയും കെ എസ് ബൈജുവിന്റെ ജാമ്യാപേക്ഷയിലുള്ള വാദം പൂർത്തിയായിട്ടുണ്ട്. എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഡിസംബർ 3 കോടതി വിധി പറയും. ഒപ്പം തന്നെ മുൻ തിരുവാഭരണ കമ്മീഷണറായിരുന്ന കെ എസ് ബൈജുവിന്റെ ജാമ്യ ഹർജിയിൽ 29 കോടതി വിധി പറയും. ഇരുവരുടെയും ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ വലിയ രീതിയിൽ അത് എതിർത്തു. ജാമ്യം ഒരു കാരണവശാലും അനുവദിക്കരുത് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ വാദം. കാരണം പ്രധാന തസ്തികകളിലിരുന്ന ആളുകളാണ് ഇരുവരും. അവരുടെ അറിവില്ലാതെ ഇത്തരത്തിൽ ഒരു കാര്യം സ്വർണ്ണക്കൊള്ള നടക്കില്ല എന്നുള്ളൊരു വാദത്തിലായിരുന്നു പ്രോസിക്യൂഷൻ ഉറച്ചു നിന്നത്. അതിൽ തന്നെ കെ എസ് ബൈജു ആവട്ടെ തിരുവാഭരണ കമ്മീഷണർ ആയിരുന്നു, ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ള വാദമായിരുന്നു ബൈജുവിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചതെങ്കിൽ പോലും അത്തരത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയിൽ ഇരിക്കുന്ന ആൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന മറുവാദം പ്രോസിക്യൂഷനും ഉന്നയിച്ചു. എൻ വാസുവിന്റെ ജാമ്യ ഹർജി എതിർത്ത പ്രോസിക്യൂഷൻ പറഞ്ഞത് അദ്ദേഹം പ്രധാനമായ 2 തസ്തികകൾ വഹിച്ചിരുന്ന ആളാണ്. അപ്പോൾ എത്രത്തോളം ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതെല്ലാം വ്യക്തമാണ്. അതിന്റെ തെളിവുകൾ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ വാസുവിന്റെ അഭിഭാഷകൻ പറഞ്ഞത് ഇതാണ്: വാസു ആ സ്ഥാനത്ത് നിന്ന്, അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളിയും മറ്റും കൊണ്ടുപോയതെന്നുള്ള ഒരു വാദത്തിലായിരുന്നു ഉറച്ചു. എന്തായാലും വാദപ്രതിവാദങ്ങൾ നടന്നു. ഇനി ഉടൻ തന്നെ, അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വിധി പറയുകയും ചെയ്യും. നേരത്തെ തന്നെ ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായ മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയിൽ നാളെ വിധി പറയും. ഒപ്പം തന്നെ പോലീസ് കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ നാളെ എൻ പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും.